ഹലോ ഗേയ്സ്, ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്നതും ടേസ്റ്റിയുമായ ഒരു കറിയായാലോ. അപ്പോൾ മാങ്ങ അരച്ചു കലിക്കെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ അതിനൊരു മാങ്ങ എടുത്തു, 4 പച്ചമുളക് എടുത്തു, നല്ലൊരു വലിയ കപ്പ് നാളികേരം എടുത്തു. പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത തൈരായാലാണ് ഇതിന് ടേസ്റ്റ് വരുള്ളൂ, അല്ലെങ്കിൽ മാങ്ങയുടെ പുളിയും തൈരിൻ്റെ പുളിയാവുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമാവും. പിന്നെ അതേ നമ്മൾ മാങ്ങ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി ജാറിലേക്ക് ഇട്ട് പാകത്തിന് ഉപ്പിട്ട് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നാളികേരം അതിലേക്ക് ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുക. ഒരുപാട് അരയരുത്. പിന്നെ ഇതേ പുളിയില്ലാത്ത തൈരും ഒഴിച്ച് നല്ലോണം യോജിപ്പിച്ച് നമ്മൾ കുറച്ചും കൂടി തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാൻ, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിന് താളിപ്പിനുള്ള സംഭവങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ യോജിപ്പിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ചുവന്ന മുളകും നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുക. താളിപ്പ് നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാം പഴയ കാല കറികളാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ അത്യാവശ്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വേഗം ചെയ്യാമല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യണേ.